ഹായ് ഗായ്സ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര മഴയുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാട്ടോ ഞാൻ അടുത്തേക്കുന്നത്. അത് ഫുള്ളായിട്ടൊന്നും ഇല്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ റെസ്റ്റ് പറഞ്ഞിട്ടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് നിൽക്കാൻ പോയിക്കരുത് കേട്ടോ കുറച്ച് ദിവസം. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ അതാ നല്ല മഴ പെയ്തിട്ട് എൻ്റെ ചകിരികളൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചകിരിയാണ്, പിന്നെ അത് എടുത്ത് വെക്കാൻ പറ്റിയില്ല. വീട്ടിൽ പോയി വരുമ്പോഴേക്കും മഴ കൊണ്ട് നനഞ്ഞു ആകെ നാശമായിട്ടുണ്ട്. പുഴയൊക്കെ ഏകദേശം നിറയാറായ പോലെ നിൽക്കണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിറഞ്ഞിട്ട് വെള്ളപ്പൊക്കം ആവുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് ഇവിടെ. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം പോലെ ഉണ്ടായിട്ടുണ്ടെന്ന് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇക്കാക്ക് പണി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പണിക്ക് പോയിട്ടുണ്ട് ഇക്ക. അപ്പോൾ ഇന്ന് ഞാനും പിള്ളേരും മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഈ അടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന്. അപ്പോൾ അതാ രാവിലെ പുട്ടാണ് ഇട്ടുണ്ടായിരുന്നത്. പുട്ടും പയറ് കറിയും, ഉണക്കപ്പയറിൻ്റെ കറിയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു കാലത്ത് തന്നെ. എൻ്റെ വീട്ടിലാവുമ്പോൾ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോയി കഴിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ ഫുഡ് കഴിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ രാവിലെ എനിറ്റു ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി കാക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തയച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കുന്നത്. റിച്ചൂസ് നീട്ടിട്ടില്ല, ഞാനും തക്കുടും മാത്രമാട്ടോ അപ്പോൾ ചായ കുടിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 7:30 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. കാക്ക് നേരത്തെ പണിക്ക് പോകണം, തൃശ്ശൂരാണ് പണി, അതും ബസ്സിനായിട്ടാണ് പോയേക്കുന്നത്. കാക്ക് തണ്ടൽ വേദനയാണ്, അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ വയ്യ പറഞ്ഞിട്ട് രാവിലെ തന്നെ ബസ്സിനാണ് പോയേക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ. എൻ്റെ കൂടെ തക്കുട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. തക്കുട് തന്നെ കുറേ നേരം ഒന്നും ഉറങ്ങില്ല കേട്ടോ. അവന് ഉറങ്ങാൻ ഭയങ്കര മടിയാണ്. അവ ഈ കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണുങ്ങളെ പോലെ പുലർച്ചെ എനിക്ക് എൻ്റെ കൂടെ എന്നിട്ട് എന്നെ സഹായിക്കാനൊക്കെ വരും കേട്ടോ അടുക്കളയിൽ. അതേപോലെ തക്കുടിൻ്റെ അവസ്ഥ, ഉറങ്ങടാ പറഞ്ഞ് ഉറങ്ങില്ല. ഈ മഴയത്തൊക്കെ പിള്ളേർ നന്നായി ഉറങ്ങണ്ടേ, പക്ഷെ അവ ഉറങ്ങണില്ല കേട്ടോ. അവൻ നേരത്തെ എനിക്ക് എൻ്റെ കൂടെ 5 മണിയൊക്കെ ആകുമ്പോൾ അവ എണീച്ചതാണ്. പിന്നെ അതൊരു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്ന് വന്നതാട്ടോ. ഇന്നലെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നത്, കുറച്ച് ദിവസം നിൽക്കാൻ പോയിട്ട്. അപ്പോൾ ഇന്നാണ് ഈ പൂച്ചനെ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ തക്കുട് കൂട്ടാൻ വെച്ച മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ചയ്ക്ക്. അപ്പോൾ അതിനുശേഷം ആ പൂച്ച ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ, തക്കുടിനും ചുറ്റിപ്പറ്റിയിട്ട്. എനിക്ക് ഈ പൂച്ചനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ വളർത്താനൊന്നും. കാരണം നമ്മൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പറ്റുള്ളൂ ജനലൊക്കെ ചാടി വന്നിട്ട് അതൊക്കെ കട്ടെടുത്ത് തിന്നും. വളർത്തി അതാണ് പ്രശ്നം. അപ്പോൾ കൊണ്ട് എനിക്ക് പൂച്ചനെ വളർത്തുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. പിന്നെ കിളികളുണ്ടല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ, അപ്പോൾ അതിനെയും പിടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ പൂച്ചകൾ. അപ്പോൾ തക്കൂടെ അതിനായിട്ടിരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അപ്പുറത്തുള്ള താത്താരോട് വർത്താനായിട്ടാ പറയുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട ആരോടാണ് ഞാൻ സംസാരിക്കണേന്ന്. അപ്പോൾ ഇക്കാൻ്റെ കുറച്ച് വർക്കിംഗ് ഡ്രസ്സ് തിരുമ്പാണ്ട്, നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പെയിൻറ്റിൻ്റെ ഡ്രസ്സൊക്കെയാണ് വർക്കിംഗ് ഡ്രസ്സ്. അപ്പോൾ അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നന്നായി കല്ലും അടിച്ച് കഴുകണം. അപ്പോൾ അതൊക്കെ ഞാൻ മുക്കി വെക്കുകയാണ് കേട്ടോ സോപ്പും വെള്ളത്തിൽ. കുറേ അഴുക്കുകളല്ലാട്ടം ഉണ്ടാവും ഇതിൽ കൂടുതലായിട്ട് ഈ പൊടികളില്ലേ അതാട്ടം ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ആ തുണികൾ മുക്കി വയ്ക്കുന്ന സമയത്ത് തന്നെ, പാൻറ്റൊക്കെ തിരിച്ചിടുന്ന സമയത്ത് തന്നെ കുറേ പൊടികൾ കാണാം. അത്ര അധികം പൊടികളാട്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് കല്ലും അടിച്ച് കഴുകാൻ പറയുന്നത്. വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞ് ഈ പൊടികളൊക്കെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പിന്നെ അത് വാഷിംഗ് മെഷീനെല്ലാം കംപ്ലൈൻറ്റ് ആയാലോ വെച്ചിട്ടാണ് അതിലിടാത്തത്. പിന്നെ നമ്മൾ കല്ലുമ്മ തിരുമ്പലാണ് ശരിക്കും പോലെ ക്ലിയർ ആവുള്ളൂ. ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീൻ ഇപ്പോൾ നമ്മൾ അതിൽ എത്ര കഴുകാട്ടാലും ശരിക്കും പോലെ അഴുക്ക് പോവില്ല. സാധാ വാഷിംഗ് മെഷീൻ പിന്നെയും കുഴപ്പമില്ല, പിന്നെ അഴുക്കുകൾ പോവും. ഓട്ടോമാറ്റിക് ആയിട്ട് തീരെ ചളിയൊന്നും പോകണില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീൻ മാറ്റിയിട്ട് സാധാ കറങ്ങണ വാഷിംഗ് മെഷീൻ എടുത്താൽ മതി എന്നുണ്ട് കേട്ടോ. നമ്മൾ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. പിന്നെ അതാ അങ്ങനെ ഡ്രസ്സുകളൊക്കെ തിരുമ്പുണ്ട്. സത്യത്തിലേക്ക് തീരെ വയ്യാട്ടെ, ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും വയ്യ. കാരണം എനിക്ക് ഫുൾ റെസ്റ്റ് പറഞ്ഞേക്കാണ്. അതിന് കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എൻ്റെ വാച്ച് അവറൊക്കെ വീണ്ടും കുറഞ്ഞ് വരികയാണ്. ക്ഷീണമൊക്കെ മാറിയിട്ട് വീഡിയോ ഇടുമ്പോൾ വാച്ച് അവർ കൂടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ അത് തന്നെ ഇങ്ങനെ കുറയും. അപ്പോൾ ഒരു സങ്കടം, ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവല്ലേന്ന്. അതുകൊണ്ടാട്ടോ വയ്യാഞ്ഞിട്ടും വീഡിയോസ് ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ തിരുമ്പിയ ഡ്രസ്സുകളൊക്കെ അത് അപ്പുറത്തെ വീട്ടിലാട്ടോ കൊടുന്ന് തോരടുന്നത്. കാരണം നല്ല വെള്ളമുണ്ട് കേട്ടയിൽ. എനിക്ക് നന്നായി മുറുക്കി പിഴിയാൻ പറ്റില്ല. ജീൻസിൻ്റെ ഒക്കെ പാൻറ്റുകളായതുകൊണ്ട് നന്നായി ശക്തിയിൽ മുറുക്കി പിഴിയാൻ പറ്റണില്ല. അപ്പം ഞാൻ വെള്ളം വാർന്നോട്ട് വെച്ചിട്ട് അപ്പുറത്തെ വീടിൻ്റെ സൈഡിലാണ് കൊടുന്നിടുന്നത്. അവിടെ ആരും ഇല്ല കേട്ടോ താമസം. ആ ചേട്ടന്മാരൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അവിടെ വരിക. അപ്പോൾ ഞാൻ അവിടെ കിടന്നോട്ട് ആരും ഇല്ലല്ലോ വെച്ചിട്ട് അവിടെ അങ്ങനെ തോരയിടുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തുള്ള താത്തി അവിടെ തോരയിടുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാലത്തെ സമയം പറയുമ്പോൾ ആ താത്തയും തിരുമണ സമയമാണ്, ഞങ്ങളും തിരുമണ സമയമാണ്. അപ്പോൾ 2 പേരും കൂടി തിരുമ്പുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സമയം പോകും കേട്ടോ. കാരണം ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീടിൻ്റെ ഉള്ളിലത്തെ പണികളുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വീടിൻ്റെ പുറത്തുള്ള പണികളൊക്കെ കഴിച്ചത്. പിന്നെ ഇപ്പോൾ നല്ല മഴയല്ലേ, അപ്പം ഇനി മഴ പെയ്താൽ തിരുമ്പാനും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാട്ടെ രാവിലെ തന്നെ വേഗം തിരുമ്പിയിടാം. അപ്പോൾ ഇതൊന്ന് വെള്ളം വാർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാലോ വെച്ചിട്ട്
ആനക്കാരുടെ ഡ്രസ്സുകളൊക്കെ ഏകദേശം തിരുമ്പി കഴിഞ്ഞു. ഇനി പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ ചകിരികളൊക്കെ ചാക്കിലാക്കി വെക്കണം എന്നുണ്ട് കേട്ടോ. വെറുതെ അവിടെ കിടന്ന മഴ നനഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അതൊന്നും ചാക്കിലാക്കിയിട്ട് നമ്മൾ സേഫായ സ്ഥലത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ വെക്കണം എന്നുണ്ട്. വയ്യായില്ലെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നുണ്ട്. ഇപ്പോൾ വയ്യാണ്ടിരിക്കണോണ്ട് എന്തെങ്കിലും ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ റെസ്റ്റ് എടുക്കുക കേട്ടോ. മെല്ലെ മെല്ലാണ് പണികൾ ചെയ്യുന്നത്. കുറേ ഡ്രസ്സുകൾ തിരുമ്പി ഇത് മടക്കാണ്ട് കേട്ടോ. അതൊക്കെ തിരുമ്പി കൊടുന്ന് വെച്ചതാണ്. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് മുമ്പേ കൊടുന്ന് വെച്ചതാട്ടോ തിരുമ്പിയിട്ട്. കുറേ മടക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് തിരുമ്പിയത് മടക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. വേറെ ഒറ്റ പണികളും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും ചെയ്യും. പക്ഷെ തിരുമ്പിയത് മടക്കാൻ ഭയങ്കര മടിയാണ്. എന്താണാവോ അങ്ങനെ എന്നെ പോലെ ചിലവരൊക്കെ ഉണ്ടാവും കേട്ടോ തിരുമ്പിയത് മടക്കാൻ ഇഷ്ടമില്ലാത്തവർ. അപ്പോൾ ഇങ്ങനെ കുറേ ആകുമ്പോഴാണ് ഞാൻ ഒന്ന് മടക്കി വെക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ഡ്രസ്സ് ഓരോരുത്തരുടെ അങ്ങനെ മാറ്റി ഇടുക കേട്ടോ. എൻ്റെ ഡ്രസ്സ്, ഇക്കാരുടെ ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സൊക്കെ അങ്ങനെ വേർതിരിച്ചിട്ട് ഇങ്ങനെ ഇടുകയാണ്. ഇട്ടതിന് ശേഷമാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ മടക്കുള്ളൂ. എനിക്ക് അതാണ് പിന്നെ എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. എനിക്ക് കൈയോടെല്ലാം അങ്ങനെ അപ്പം അങ്ങനെ മടക്കി വെക്കുന്നത് ഇഷ്ടമില്ല. എല്ലാവരുടെ അങ്ങനെ മാറ്റി വേർതിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി പുതിയ ഡ്രസ്സായി ഒന്ന് മാറ്റി വയ്ക്കുക, പഴയ ഡ്രസ്സ് മാറ്റി വയ്ക്കാൻ, എല്ലാം കൂടി മിക്സഡ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വീണ്ടും മടിയായി ഇനി ഇതേപോലെ കിടന്ന് വീണ്ടും ഡ്രസ്സുകൾ കുന്നുകൂടും. ഇങ്ങനെ കുന്നുകൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഡ്രസ്സുകൾ തിരഞ്ഞ് നോക്കിയാൽ കാണില്ല. ഇതൊക്കെ വലിച്ചു വാരി ഇടേണ്ടി വരും വല്ല ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ തന്നെ. പിന്നെ പിള്ളേരുടെ ട്രൗസറൊന്നും ഇടയ്ക്ക് കാണുന്നില്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് എടുത്ത് വെക്കാണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കണം, നല്ലതും പൊട്ടയൊക്കെ മാറ്റി വെക്കണം. അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ റൂമൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കിടക്ക കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഹോളിന്ന്. പിന്നെ നമ്മുടെ തക്കുടൂന് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുന്നാട്ടോ കൊതുവല. അവനെടുത്തോട്ടെ, അവന് വീട് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാട്ടോ ഏത് നേരം കയറി കളിക്കുക. അപ്പോൾ അവൻ മാത്രം ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, ഞാനൊന്നും ഉപയോഗിക്കാറില്ല ഇത്. അപ്പോൾ അവൻ അത് വെച്ച് കൊടുത്തിട്ട് അവനൊരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലിരുന്ന് കളിച്ചോ പറഞ്ഞിട്ട്. ഇനി അവൻ കുറേ നേരം അതിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിക്കലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ഉച്ചക്കലത്തെ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ എനിക്ക് വയ്യായിരുന്നു. ഞാൻ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരത്തുള്ള വീഡിയോ ആണ്. ഇക്ക വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഈ ചോക്കോസ് പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ അതുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു പാക്കറ്റ്. അപ്പോൾ അത് പിള്ളേർ കഴിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് പാലിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. അവർ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലിയ പാക്കറ്റൊക്കെ വാങ്ങിക്കല്ലോ, അല്ലെങ്കിൽ വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടും കാര്യമില്ല. ഇവർ കഴിക്കില്ലെങ്കിൽ അതേപോലെ കളയേണ്ടി വരും. എനിക്ക് ഈ സംഭവം വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അവർക്കിത് കഴിക്കുന്നുണ്ടെങ്കിൽ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ കൊടുത്ത് വിടാമെന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം കുതിർത്ത് വെച്ച് കൊടുത്ത് നോക്കി. അപ്പോൾ തക്കുടിന് ഇഷ്ടമായി, തക്കുട് കഴിക്കുന്നുണ്ട്. റിച്ചും ചെറുതായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി കുതിരാണ്ട് തോന്നുന്നു. പിന്നെ ഇവർ നന്നായി കടിച്ചിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. വേഗം തന്നെ കഴിക്കണം പറഞ്ഞിട്ട് കുറച്ചും കൂടി കുതിർന്നാൽ പെട്ടെന്ന് സോഫ്റ്റ് ആവും തോന്നുന്നു കുറച്ചും കൂടി. അപ്പോൾ അങ്ങനെ അതിരുന്ന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ അത് ഓട്ടട ഉണ്ടാക്കാൻ വന്നേക്കാട്ടെ. എനിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു പൂതി ഓട്ടട കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാട്ടെ മിക്കത് സംഭവം കഴിക്കാറ്. ഇവിടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല എപ്പോഴും. അപ്പോൾ ഇന്നത് ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ കുറേ കാലമായില്ല ഓട്ടട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ തന്നെ ഓട്ടട കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയാൽ ഒരു മയം വരുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഓട്ടട ആകെ നാശമായി. പിന്നെ വിചാരിച്ചു രണ്ടാമത്തൊക്കെ ശരിയാവും. എനിക്ക് എന്തുണ്ടാക്കിയാലും ഫസ്റ്റത്തെ നാശമായിട്ടാട്ടെ വരിക. ദോശ ഉണ്ടാക്കിയാലും എന്തായാലും ചപ്പാത്തി ആയാലും ഒക്കെ ഫസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നാശമായിട്ട് വരും. അപ്പോൾ രണ്ടാമത്തത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്നോട് കുഴപ്പമില്ല, ഞാൻ സിമ്പിളായിട്ട് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്ത് അതാ തേങ്ങ പൊളിച്ചിരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിരവ നാശമായേക്കാണ്. നിന്ന് ചിരകണ്ടാണ് ഇവിടെ വെക്കാനും സ്ഥലമില്ല, അപ്പോൾ നാശമാവും ചെയ്തേക്കണം. അപ്പോൾ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് അടർത്തിയിട്ട് തരികയാണ്. പിന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതിയല്ലോ. പിള്ളേർ ഇവിടെ ഭയങ്കര ഡാൻസിലാണ് കേട്ടോ. ഞാൻ മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മറിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസ് കളിയിലാണ്. രണ്ടാളും പാട്ടൊക്കെ വെച്ചിട്ട് അവരങ്ങനെ ഇരിക്കണോണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ പണികളൊക്കെ ചെയ്യൊരു സ്വസ്ഥത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല മധുരം വേണം തേങ്ങാപ്പാലിൽ. എനിക്ക് ചായയിലൊന്നും അധികം മധുരം പാടില്ല, ഇഷ്ടമില്ല കേട്ടോ. വലിയ മധുരമൊന്നും ഞാൻ കൂട്ടില്ല. പക്ഷെ തേങ്ങാപ്പാലിലൊക്കെ നന്നായി മധുരം ഇടണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കാരണം അതൊക്കെ കഴിഞ്ഞ് അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പുതിയ വീഡിയോ വരുന്നൊരു ബൈ.